ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു റെസിപ്പിയുടെ വീഡിയോ ഒന്നല്ല ഷെയർ ചെയ്യുന്നത്. ഒരാഴ്ചത്തോളമായിട്ട് ഷഷ്ടി വ്രതം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു അല്ലേ. ഇന്നലെയായിരുന്നു ഷഷ്ടിയും ശൂരസംഹാരവും ഒക്കെ. ഇന്ന് തിരുക്കല്യാണത്തോടു കൂടി അത് അവസാനിക്കുകയാണ്. കേരളത്തിലെ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും ഷഷ്ടി ആ ഒരു ദിവസം മാത്രമാണ് ആചരിക്കാറുള്ളത്. എന്നാൽ തമിഴ്നാട്ടിൽ അങ്ങനെയല്ല. ഷഷ്ടിക്ക് മുമ്പുള്ള 5 ദിവസം, പിന്നെ ഷഷ്ടി ദിവസം, പിറ്റേ ദിവസം തിരുക്കല്യാണം, മൊത്തം 7 ദിവസം വ്രതാനുഷ്ഠാനത്തോടു കൂടി ശ്രീ സുബ്രഹ്മണ്യ സ്വാമിയെ അനുഷ്ഠിക്കുന്ന ഒരു പ്രവണതയാണ് കണ്ടുവരുന്നത്. ഷഷ്ടി ദിവസം ശൂരസംഹാരം കഴിഞ്ഞതിന് ശേഷം വ്രതം അവസാനിപ്പിക്കുന്ന ണ്ട്. പിറ്റേ ദിവസം തിരുക്കല്യാണം കഴിഞ്ഞ് കല്യാണ സദ്യയൊക്കെ ഒരുക്കി സ്വാമിക്ക് നേദിച്ചതിന് ശേഷം വ്രതം അവസാനിപ്പിക്കുന്നവരും ഉണ്ട്. ഞാനും 7 ദിവസം വ്രതം എടുത്തിട്ടുണ്ടായിരുന്നു. ഇന്ന് തിരുക്കല്യാണം കഴിഞ്ഞതോടുകൂടി സ്വാമിക്കെല്ലാം നേദിച്ചതിന് ശേഷം ഞാൻ എൻ്റെ വ്രതം അവസാനിപ്പിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ശ്രീ സുബ്രഹ്മണ്യ സ്വാമിയുടെ കല്യാണമാണ്. അപ്പോൾ കല്യാണത്തിനുള്ള ആ സദ്യ ഒരുക്കങ്ങൾ എങ്ങനെയൊക്കെ ആയിരുന്നു, ഞാൻ എന്തൊക്കെയാണ് ഉണ്ടാക്കി എന്നുള്ളതൊക്കെയാണ് ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത്. വലിയ റെസിപ്പി ആയിട്ടൊന്നും ഞാനൊന്ന് ഷെയർ ചെയ്യുന്നില്ല. പക്ഷെ ഞാൻ എന്തൊക്കെ ഉണ്ടാക്കി, അത് ഉണ്ടാക്കുന്ന ആ ചെറിയൊരു രീതി മാത്രം, ഒന്നും എഴുതി കാണിക്കുന്നില്ല, മെഷർമെൻറ്റ്സ് ഒന്നും ഞാൻ പറയുന്നില്ല. ഉണ്ടാക്കിയ ആ രീതി മാത്രം നിങ്ങളായിട്ട് പങ്കുവയ്ക്കാമെന്ന് കരുതുകയാണ്. ഞാൻ ഭഗവാനെ നിധിക്കാനായിട്ട് ഉണ്ടാക്കിയ വിഭവങ്ങൾ പടവലങ്ങ കൂട്ട്, ഉരുളക്കിഴങ്ങ് കൊണ്ട് ഒരു ഉപ്പേരി, സാമ്പാർ, വെൺപൊങ്കൽ, ചക്കരപ്പൊങ്കൽ, തൈര് സാദം, ഉഴുന്നുവട, പപ്പടം, പിന്നെ പഴം, നേന്ത്രപ്പഴം നുറുക്കിയത്, തീർത്ഥം, പാല്, ഇതൊക്കെയാണ് നേദിച്ചത്. സ്വാമിക്ക് നമ്മൾ പടയൽ അഥവാ നേദ്യം എന്നാണ് പറയുക. നേദ്യം ഒരുക്കുമ്പോൾ നമ്മളത് മണക്കരുത്, രുചിക്കരുത് എന്നൊക്കെയാണ് പറയുക അല്ലേ. മണം പിന്നെ എന്തായാലും വരാതിരിക്കില്ല. രുചിക്കുക എന്ന് പറയുന്നത് നമ്മൾ ഉപ്പൊക്കെ ഒരു കൈക്കണക്ക് പോലെ ഇടുക, എന്നിട്ട് അത് അവസാനം നമ്മൾക്ക് കൃത്യമായിട്ട് തന്നെ കിട്ടുക എന്നൊക്കെ പറയുന്നത് അതൊരു ഭഗവാന്റെ അനുഗ്രഹമാണ്. നമ്മൾ ഭക്തിയോടും സ്നേഹത്തോടും കൂടി അതിലേക്ക് നമ്മളെ അർപ്പിക്കുമ്പോഴാണ് അങ്ങനെ കൃത്യമൊക്കെ ആയിട്ട് കിട്ടുക എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സാധാരണ ഞാൻ വീട്ടിലുണ്ടാക്കുന്ന വിഭവങ്ങളൊക്കെ എത്ര തന്നെ ചില സമയത്ത് നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയാലും ചിലപ്പോൾ ഉപ്പ് കൂടിയും കുറഞ്ഞിട്ടൊക്കെ ഇരിക്കാറുണ്ട്. പക്ഷേ ഇപ്രാവശ്യം ഞാൻ ഭഗവാന് വേണ്ടി ഉണ്ടാക്കിയ വിഭവങ്ങളെല്ലാം തന്നെ കൃത്യമായിട്ടായിരുന്നു. ഉപ്പിൻ്റെ അളവും മുളകും എല്ലാം തന്നെ. അതെനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. അങ്ങനെ വീട്ടിലുള്ളവരും അങ്ങനെ അഭിപ്രായം പറഞ്ഞു. അപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നി അത് കേട്ടപ്പോൾ. ഇപ്പം ഞാൻ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് തന്നെ പടവലങ്ങ കൂട്ടും ഉരുളക്കിഴങ്ങ് ഉപ്പേരിയും സാമ്പാറും കടന്നുപോയി. അപ്പോൾ എന്തായാലും വെൺപൊങ്കൽ തൊട്ട് തുടങ്ങാം. വെൺപൊങ്കൽ ഉണ്ടാക്കാനായിട്ട് ചെറുപരിപ്പും പച്ചരിയും കൂടി വറുത്തെടുത്തതിന് ശേഷം കഴുകിയിട്ട് കുതിർക്കാനായി വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അതൊരു കുക്കറിലേക്ക് മാറ്റിയിട്ട് കുറച്ച് പാലും വെള്ളം, ജീരകം, കുരുമുളക്, ഉപ്പ് എല്ലാം ചേർത്തിട്ട് അടച്ചു വെച്ചതിന് ശേഷം മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് 3 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കുകയാണ്. സ്റ്റീം പോയതിന് ശേഷം ഞാൻ തുറന്ന് നോക്കി. വെള്ളം നമ്മൾ ഒഴിച്ച വെള്ളമൊക്കെ പാകമായിരുന്നു, നന്നായി തന്നെ വെന്തും കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില എല്ലാം ഇട്ടിട്ട് ഒന്ന് ഇളക്കിയെടുക്കുക. എന്നിട്ട് ഇത് താളിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നെയ്യ്, കുറച്ച് അധികം തന്നെ എണ്ണ എടുക്കുക. അതിലേക്ക് അണ്ടിപ്പരിപ്പിട്ടിട്ടൊന്ന് വറുത്തെടുക്കുക. കുറച്ച് പെരുങ്കായത്തിൻ്റെ പൊടിയും കറിവേപ്പില ഇട്ട് മൂപ്പിച്ചതിന് ശേഷം ഈ പൊങ്കലിലേക്ക് ചേർത്തെടുത്തു കഴിഞ്ഞാൽ വെൺപൊങ്കൽ റെഡിയായി കിട്ടും. അടുത്തത് ഞാൻ ചക്കരപ്പൊങ്കൽ ഉണ്ടാക്കിയതാണ് കാണാൻ പോകുന്നത്. ചക്കരപ്പൊങ്കൽ ഉണ്ടാക്കാനായിട്ട് ഞാൻ പച്ചരി കഴുകിയതിന് ശേഷം അരമണിക്കൂറോളം കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അതിൽ വെള്ളമൊക്കെ ഡ്രെയിൻ ചെയ്തെടുത്തതിന് ശേഷം നെയ്യിലൊന്ന് വറുത്തെടുക്കുകയാണ്. അതിനുശേഷം ഇത് വേവിച്ചെടുക്കാനായിട്ട് ഒരു കുക്കറിലേക്ക് മാറ്റുകയാണ്. വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് അടച്ചു വെച്ചിട്ട് 3-4 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കുകയാണ്. സ്റ്റീം പോയതിന് ശേഷം ഞാൻ തുറന്നു നോക്കിയപ്പോൾ അരി പാകത്തിന് തന്നെ വെന്തിട്ടുണ്ട്. നമ്മൾ വെച്ച വെള്ളവും കൃത്യമായിരുന്നു. ഇനി ഇത് ഞാൻ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. എന്നിട്ട് അതിലേക്ക് വെല്ലത്തിൻ്റെ പാവ് കാച്ചിയത് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതിപ്പോൾ പൊങ്കലായതുകൊണ്ട് ഒരുപാട് വെള്ളം ആവശ്യമില്ല. നമ്മൾ ഈ വെള്ളപ്പാവ് ഒഴിച്ചതിന് ശേഷം ഇളക്കും തോറും അത് കുറുകാൻ തുടങ്ങും. നമ്മൾ ആ ഒരു പൊങ്കലിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി വന്നതും അതിലേക്ക് ഏലക്ക ചതച്ചതും കുറച്ച് പച്ചക്കർപ്പൂരം, എഡിബിളായിട്ടുള്ള പച്ചക്കർപ്പൂരം കൂടി ഇട്ട് കൊടുക്കുകയാണ്. അവസാനമായിട്ട് നെയ്യിൽ കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി വറുത്തെടുത്തിട്ട് അതും ഈ പൊങ്കലിലേക്ക് ചേർത്ത് ഇളക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചക്കര പൊങ്കൽ റെഡിയാക്കി കിട്ടും. അടുത്തത് ഉഴുന്നുബോണ്ട ഉണ്ടാക്കിയതാണ് കാണാൻ പോകുന്നത്. ഉഴുന്നുബോണ്ട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉഴുന്ന് 2-3 മണിക്കൂർ വെള്ളത്തിൽ കുതിർക്കാനിടണം. എന്നിട്ട് അത് അരച്ചെടുത്തതാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിലേക്ക് സവാള, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില അരിഞ്ഞത്, കുറച്ച് കുരുമുളക്, ഉപ്പ് എല്ലാം ചേർത്തിട്ട് ഞാനൊന്ന് കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ കുറച്ച് വെള്ളം അധികം പോലെ തോന്നി. അപ്പോൾ ഞാൻ കുറച്ച് വറുത്ത അരിപ്പൊടിയും കൂടി ഇട്ടിട്ട് അതിനെ ഒന്ന് കുറച്ച് തിക്കാക്കി എടുത്തിട്ടുണ്ട്. അതിനുശേഷം ചെറിയ കുഞ്ഞ് ബോണ്ടയുടെ സൈസിലാക്കിയിട്ട് ഞാൻ എണ്ണയിലിട്ടിട്ടൊന്ന് വറുത്തെടുക്കുകയാണ്. ഈ വീഡിയോയുടെ ആദ്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും, കുറേ പരിപ്പുകളൊക്കെ എടുത്ത് വെച്ചിട്ട് കൈകൊണ്ട് ഓരോന്ന് കാണിക്കുന്നുണ്ടായിരുന്നു. ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് എന്താ വെച്ച് കഴിഞ്ഞാൽ പരിപ്പുകളെല്ലാം നമ്മൾ ആദ്യം എടുത്ത് വെച്ചിട്ട് അതൊക്കെ ഒന്ന് കുതിർക്കാനായിട്ട് വെക്കുകയാണെങ്കിൽ വിഭവങ്ങളൊക്കെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതാണ് പറയാൻ ഉദ്ദേശിച്ചത് കേട്ടോ. ഇപ്പോൾ ബോണ്ട വറുത്തെടുത്ത അതേ എണ്ണയിൽ തന്നെ ഞാൻ പപ്പടം കൂടി വറുത്തെടുക്കുകയാണ്. അടുത്തത് തൈര് സാദം ഉണ്ടാക്കിയതാണ് കാണാൻ പോകുന്നത്. അപ്പോൾ തൈര് സാദത്തിനായിട്ട് ഞാൻ ചോറ് കുറച്ച് അധികം തന്നെ വേവിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ഇഞ്ചി, പച്ചമുളക്, ഉപ്പ്, തൈര് ഫ്രഷായിട്ട് നമ്മൾ എച്ചിലാക്കിയതൊന്നും ഉപയോഗിക്കരുത്. ഇതിന് വേണ്ടിയിട്ട് തനിയെ തൈര് ഉണ്ടാക്കണം. എന്നിട്ട് ആ തൈരും കുറച്ച് പാലും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. അതിനുശേഷം താളിപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം കടുക്, ഉഴുന്ന് പരിപ്പ്, വറ്റൽമുളക്, കറിവേപ്പില എല്ലാം ഒന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം ഈ ചോറിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി. ഇത്രയും വിഭവങ്ങളാണ് ഞാൻ ഉണ്ടാക്കിയത്. ഇതൊക്കെ ഞാൻ ഭഗവാനെ വിളമ്പുന്നത് നേദിക്കുന്നതും ഒന്നും വീഡിയോ എടുത്തിട്ടില്ല. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഞാൻ ഭഗവാനോട് പ്രാർത്ഥിക്കുന്നതിൽ എനിക്ക് കോൺസെൻട്രേഷൻ ഇല്ലാതെ പോകും. അതുകൊണ്ട് ഞാൻ അതൊന്നും ചെയ്തിട്ടില്ല.
പിന്നെ നിങ്ങൾ പറയൂ, നിങ്ങൾ ഇപ്രാവശ്യം സ്കന്ധഷഷ്ടി വ്രതം എടുത്തവരാണോ? എങ്ങനെ ഉണ്ടായിരുന്നു അനുഭവം? നിങ്ങൾ എന്തൊക്കെയാണ് ഭഗവാനെ നീതിച്ചത്? അതൊക്കെ കഴിയുമെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയൂ. കേൾക്കുമ്പോഴും കാണുമ്പോഴും ഒരു സന്തോഷം, അത്രയേ ഉള്ളൂ. വ്രതം എടുത്തവർക്ക് ഭഗവാന്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ. ഇനി വ്രതം എടുക്കാൻ താല്പര്യമുള്ളവർക്ക് അതിനുള്ള ഭാഗ്യവും ഉണ്ടാവട്ടെ. ഇത്രയും നേരം ഈ വീഡിയോ കണ്ടിരുന്നതിന് എല്ലാവർക്കും നന്ദി.